എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. പല ആഗ്രഹങ്ങളും നമുക്ക് നടന്ന് കിട്ടില്ല. ചില ആളുകൾക്ക് ജോലി, അതല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളെ ലഭിക്കാത്ത ഒരവസ്ഥ, അതിൽ സ്നേഹിച്ചവർ നമ്മളെ ഉപേക്ഷിച്ച് പോവുക, അതല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവുക, നമ്മളെ വേണ്ടാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ തിരിച്ച് വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അതുപോലെ തന്നെ കുടുംബപരമായിട്ട് കുടുംബത്ത് നടക്കേണ്ട ചില കാര്യങ്ങൾ, പലവിധ ആഗ്രഹങ്ങളായിരിക്കും മനുഷ്യന്. ഒരുപാട് ശ്രമിച്ചിട്ടും നടക്കാത്ത അവസ്ഥയിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൊരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നടക്കും. പിന്നെ പല ആളുകൾക്കുണ്ട് തടസ്സങ്ങൾ, നല്ല രീതിയിൽ നിലനിൽക്കുന്ന ആളുകൾ, അത് സ്നേഹിക്കുന്ന വ്യക്തികളെക്കുറിച്ചാവും. അതുകൊണ്ടൊക്കെ അവർ പിണങ്ങി പോകാനും ഒഴിവായി പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വിചാരിച്ച ആ വ്യക്തിയെ നമുക്ക് ലഭിക്കാത്ത അവസ്ഥ വരും. അതൊക്കെ ഒരുപാട് തടസ്സങ്ങൾ നിലനിൽക്കുമ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കും. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അവസാനം ഒരു വാട്സപ്പ് നമ്പർ കാണും, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി തീർച്ചയായിട്ടും നിങ്ങൾ അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും. ഇപ്പം ഇന്നിപ്പോൾ പറയുന്നത്, നിങ്ങൾക്ക് എന്ത് കാര്യമാണോ സാധിക്കേണ്ടത്, അത് ചിലപ്പോൾ പ്രണയിക്കുന്ന ആളെ കിട്ടണമെന്നായിരിക്കും, അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തി തിരിച്ചു വരണം എന്നായിരിക്കും, അല്ലെങ്കിൽ ജോലി, അങ്ങനെ മറ്റ് പല കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് കുറച്ച് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിനുള്ള കുറച്ച് പൈസ, അങ്ങനെയുള്ള പലവിധ ആഗ്രഹങ്ങളായിരിക്കും. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതൊരു പേപ്പർ എടുത്തിട്ട് ഒരു ത്രികോണം വരച്ച് ആ ത്രികോണത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം എഴുതുക. എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് വെച്ചാൽ ആ ത്രികോണത്തിനുള്ളിൽ എഴുതുക. എന്നിട്ട് ആ ത്രികോണത്തിൻ്റെ പുറത്ത് 3 വശത്തും നിങ്ങളുടെ പേരും എഴുതുക. എന്നിട്ട് അത് മടക്കി കയ്യിൽ വെച്ചുകൊണ്ട് 21 ദിവസം നിങ്ങൾ രാവിലെ ഒരു 20 മിനിറ്റ് നേരം നല്ല കോൺസെൻട്രേഷനോട് കൂടി അത് ആ പേപ്പറും കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിക്കുക. ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ അവസാനം 20-ലൊരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് കൃത്യമായിട്ട് നമുക്ക് കണ്ണടച്ചിരിക്കുമ്പോൾ സമയം ചിലപ്പോൾ മനസ്സിലാവില്ല, പക്ഷേ ഏകദേശം ഒരു ടൈം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണോ അതിൽ എഴുതി വെച്ച കാര്യം അത് സാധിച്ച് കിട്ടിയതായിട്ട് നിങ്ങൾ മനസ്സിലിങ്ങനെ കാണുക. അത് സാധിച്ച് കിട്ടിയിട്ട് ജോലിയാണെങ്കിൽ ജോലിക്ക് പോകുന്നതും, അതിൽ പൈസ ആണെങ്കിൽ ആ ക്യാഷ് കിട്ടിയതിന് ശേഷം നിങ്ങൾ ആ പൈസ എന്തിനു വേണ്ടിയിട്ട് ചിലവാക്കുന്നു എന്നതും, അതല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി തിരിച്ചു വരുന്നതോ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തിയെ ലഭിക്കുന്നതോ ഒക്കെ ആണെങ്കിൽ അതൊക്കെ ലഭിച്ചതായിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തി തിരിച്ചു വന്നതായിട്ട് നിങ്ങളിങ്ങനെ കാണുക. ആ വ്യക്തിയോട് സംസാരിക്കുന്നതും നല്ല രീതിയിൽ ഇടപഴകുന്നതും എല്ലാം നല്ല രീതിയിൽ സംഭവിച്ചതായിട്ട് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഒരു 10 മിനിറ്റിന് ശേഷമുള്ള ബാക്കിയൊരു സമയം, ആ കുറച്ച് സമയം നിങ്ങൾ ഇത് കൃത്യമായിട്ട് എല്ലാം സംഭവിച്ച പോലെ നിങ്ങൾ കാണുക. ഇത് 21 ദിവസം നിങ്ങൾ തുടർന്ന് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടു കൂടി തുടർന്ന് കൊണ്ടുപോകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങളിൽ കണ്ടു തുടങ്ങും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്കിത് പൂർണ്ണമായി നിങ്ങളിൽ എത്തുന്നവരെ ആ ഒരു കാര്യം നിങ്ങൾക്ക് തുടർച്ചയായി കൊണ്ടുപോകുന്നതാണ്. ഇത് കൃത്യമായിട്ട് നിങ്ങളത് വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും, ഒരു മാറ്റവും. പിന്നെ ചില ആളുകൾക്ക് ഇതൊക്കെ താമസം നേരിടുന്നത് അവർക്ക് പലവിധ തടസ്സങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ്. ജീവിതത്തിലേക്ക് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ വരാതിരിക്കാനുള്ള തടസ്സങ്ങളുള്ളതുകൊണ്ട് അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ആ കാര്യം വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.